വാശിയേറിയ വർദ്ധിത വീര്യത്തോടെയുള്ള നല്ലൊരു പോരാട്ടത്തിലേക്ക് ലോകമെമ്പാടുമുള്ള മലയാളി ഫുട്ബോൾ ആരാധകരെ വൺസ് അഗൈൻ സ്വാഗതം ചെയ്യുകയാണ്. KCBയും കേരള യുണൈറ്റഡ് FCയും കച്ചകെട്ടി ഇറങ്ങുകയാണ് മറ്റൊരു കപ്പിനു വേണ്ടിയുള്ള അല്ലെങ്കിൽ മറ്റൊരു കിരീടധാരണത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പുമായി. KCB അവരുടെ ഒരു തനത് 4-3-3 ലൈനപ്പിലേക്ക് സനുഷ് രാജ് ആ ഒരു ടീമിനെ പടുത്തുയർത്തുന്നു. ആൻഡ് കേരള യുണൈറ്റഡ് FC താരതമ്യേന അത്ര എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത എന്നാൽ നല്ല ടാലന്റ് ഉള്ള ഒരു പറ്റം താരങ്ങളെ കൊണ്ടാണ് ഈ ഒരു സീസൺ കളിക്കാൻ ഇറങ്ങുന്നത്. KCB കേരള യുണൈറ്റഡ് FC രണ്ടുപേരും തമ്മിലുള്ള കേരള പ്രീമിയർ ലീഗിലെ 4ാമത് പോരാട്ടമാണ് ഈ സീസണിലെ. ഒരു നല്ല ഓറഞ്ച് ജേഴ്സിയിൽ KCBയുടെ താരങ്ങൾ കളിക്കുന്നത് കാണാം. KCBയുടെ മുന്നേറ്റമാണ് എന്തായാലും ഇത്തവണ ഇൻസൈഡിലേക്ക് ഒരു ലോങ് റേഞ്ച് അറ്റംപ്റ്റ് തൊടുത്തു വിടുകയാണ്. അത്യാവശ്യം നല്ല അംബീഷ്യസ് ആയിരുന്നു ഇത്തവണ ആ പന്ത് മുന്നിലേക്ക് കൊടുത്ത സമയത്ത്. ഫാർ പോസ്റ്റിലേക്ക് നല്ലൊരു കോർണർ ഇൻകമിംഗ് ആണ്. ഇത്തവണ ശ്രീരാജ് ആണ് ആ കോർണർ എടുത്തത്. ബ്യൂട്ടിഫുൾ, നല്ല കോർഡിനേറ്റഡ് അറ്റാക്ക് ആണ്. പക്ഷെ ഇത്തവണത്തെ ഫൈനൽ ബോൾ വലിയ കാര്യമായ രീതിയിൽ ഉപകാരപ്പെടുന്ന രീതിയിലല്ല വന്നത്. സ്ക്വയർ പാസ് വൺസ് അഗൈൻ, ഓവർ ഹെഡ് ബോൾ, നല്ല ഒന്നാം തരം ഒരു പന്ത്. പക്ഷെ ഗോൾ കീപ്പർ 6 യാർഡ് ഏരിയ വിട്ട് മുന്നിലേക്ക് വന്ന് അർജുന്റെ ഭാഗത്തു നിന്ന് നല്ലൊരു ടച്ച് ആൻഡ് നല്ലൊരു ക്യാച്ച്. ആകർഷിന്റെ ഫ്രീ കേക്ക് കൃത്യമായി ക്ലിയർ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി. വലിയൊരു ഓപ്പർച്യൂണിറ്റി ആൻഡ് അവിടെ ഗോൾ കീപ്പർ സ്ഥാനം വിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന് കൺഫ്യൂസ്ഡ് സിറ്റുവേഷനിലേക്ക് വീണു പോകുന്നു. ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ശ്രമത്തിനിടയിൽ വളരെ ക്ലംസി ആയ ഒരു ടച്ചാണ് എന്തായാലും അവിടെ. ഇൻസൈഡിലേക്ക് മറ്റൊരു ഡെലിവറി, നല്ല ഒന്നാം തരമാണ് അറ്റംപ്റ്റ്. വീണ്ടും ഗിഫ്റ്റ് ഇൻസൈഡിലേക്ക് കൊടുക്കുന്നു. അവിടെ ഒരു അക്രോബാറ്റിക് അറ്റംപ്റ്റിന് വേണ്ടിയുള്ള ശ്രമം. ഒടുവിലത്തെ ഷോട്ട് എന്തായാലും ഗോൾ കീപ്പർ കൈപ്പിടിയിലേക്ക് ഒതുക്കുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് സുബ്രഹ്മണ്യൻ. ഷാലുമിന്റെ ത്രോ ഇൻ പെനാൽറ്റി ഏരിയയിലേക്ക് 18 യാർഡ് ഏരിയയിൽ നല്ലൊരു ഷോട്ട് വരുന്നു. വീണ്ടും വൺസ് അഗൈൻ ഗോൾ കീപ്പറുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു ക്ലിയറൻസ് ആൻഡ് അർജുന്റെ സേവ് കാണുക. എത്ര മനോഹരമായാണ്. ഓൾറെഡി ഓൺ ടാർഗറ്റിലേക്ക് ഒരു 4 ഷോട്ടെങ്കിലും ഈ ഒരു ആദ്യ 20 മിനിറ്റുകൾക്കുള്ളിൽ വന്നിട്ടുണ്ടാകും. അതിനു മുൻപിൽ അർജുനും അദ്ദേഹത്തിന്റെ പടയാളികളും തലയ്ക്ക് മുകളിലൂടെ ക്രോസ് ബാറിന് മുകളിലൂടെ പറന്നു പോകും. വീണ്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അൺലക്കിയാണ് ഇത്തവണ ആ പന്ത് ഡെലിവറി ചെയ്ത സമയത്ത് ഷിനു ആണ് ആ ബോളിന് വേണ്ടി ചാർജ് ചെയ്തത്. ഫാർ പോസ്റ്റിലേക്ക് ആ പന്ത് വരുന്നു. ക്ലിയറൻസ് വെൽ ക്ലിയർഡ്. അവിടെ കേരള യുണൈറ്റഡ് FC നല്ല രീതിയിലുള്ള ഒരു ഫുട്ബോൾ തന്നെ കേരള ഫുട്ബോൾ ആരാധകരിലേക്ക് എത്തിച്ചു. ആദിത്യനാണ് അകത്തേക്ക് ആ പന്ത് ബെൻഡ് ചെയ്യാനുള്ള ശ്രമം നടത്തിയത്. അദ്ദേഹം കൈപൊക്കി ഒന്ന് അതിനെ സേവ് ചെയ്യാനുള്ള അവസാന ശ്രമം കൂടി നടത്തുന്നു. KCBയുടെ നല്ലൊരു റൺ ഇൻസൈഡിലേക്ക് കൃത്യമായ ക്ലിയറൻസിന് വേണ്ടിയുള്ള ശ്രമം. ഇപ്പോഴും അപകടം ഒഴിഞ്ഞു പോയിട്ടില്ല. സാലിമിന്റെ ഷോട്ട് വരുന്നത് പക്ഷേ ഇത്തവണ വലിയ കാര്യമായി ഡിപ്പ് ചെയ്യുന്നില്ല. നല്ല അംബീഷ്യസ് ആയിരുന്നു. ഒന്നാം പകുതി അവസാനിക്കുമ്പോൾ ഇറ്റ്സ് KCB 0 കേരള യുണൈറ്റഡ് FC 0. രണ്ടാം പകുതിക്ക് ഇവിടെ വീണ്ടും കിക്ക് ഓഫ് ആവുകയാണ് KCB കേരള യുണൈറ്റഡ് FC മത്സരത്തിന്. ആകർഷിന്റെ കോർണർ ഇൻകമിംഗ് വൺസ് അഗൈൻ. ഇത്തവണയും ഫസ്റ്റ് പോസ്റ്റിലേക്ക് തന്നെയാണ് ഹെഡർ ക്ലിയറൻസിന് വേണ്ടിയുള്ള KCBയുടെ ശ്രമം. വെൽ എക്സ്പീരിയൻസ്ഡ് ഇൻസൈഡിലേക്ക് കട്ട് ചെയ്ത് നല്ലൊരു ഡെലിവറി. KCBയുടെ മുന്നേറ്റമോ ഒരു കൂട്ടപ്പൊരിച്ചിലാണ്. രണ്ടുപേർ ഒരേപോലെ തന്നെ ആ പന്തിന് വേണ്ടി ചലഞ്ച് ചെയ്തു എന്നുള്ളതുകൊണ്ട് എനിക്കൊന്ന് ശ്രീരാജ് അടക്കമുള്ള 2 താരങ്ങളാണ് ആ പന്തിനു വേണ്ടി അകത്തേക്ക് ഓടിയത്. ആകർഷ് ഓവർഹെഡ് ഡെലിവറി, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആൻഡ് ടുക്ക് എ ഡിഫ്ലക്ഷൻ. ഇത്തവണത്തെ ആ പന്ത് ആദിലിന്റെ ഷോട്ടാണ്. വീണ്ടും ഇൻസൈഡിലേക്ക് നിജോ ഗിൽബർട്ട്. നിജോയുടെ പന്ത് വരുന്നു. നിജോ! KCB കേരളത്തിന്റെ ഊർജമാണെങ്കിൽ KCBയുടെ ഊർജമായി നിജോ ഗിൽബർട്ട് വളരുന്നു. ഒരു മിന്നൽ അടി കൊണ്ട്, ഒരു മിന്നൽ ഷോട്ട് കൊണ്ട് KCBക്കായി അവരുടെ ആദ്യ ഗോൾ ഈ സീസണിലേത് സ്കോർ ചെയ്യുന്നത് നിജോ ഗിൽബർട്ട്. വിക്കി മരിയ പന്തുമായി വിക്കിയുടെ ഇൻസൈഡിലേക്കുള്ള ഡെലിവറി, നല്ലൊരു ഷോട്ട് വരുന്നു. ബ്യൂട്ടിഫുൾ. ഇത്തവണ അർജുൻ അത് കൃത്യമായി സേവ് ചെയ്യുന്നു. അതിവേഗം എടുക്കാനുള്ള ശ്രമമായിരുന്നു, പക്ഷെ എന്തായാലും ചെറുതായി ഒന്ന് ഡിലേ ചെയ്യേണ്ടി വരുന്നു. വീണ്ടും നല്ലൊരു ഡെലിവറി, വളരെ ബ്യൂട്ടിഫുൾ ആയി തന്നെ, വെൽ ഡയറക്റ്റഡ് ആയി തന്നെ ആ കോർണർ വരുന്നു. ഫാർ പോസ്റ്റിൽ നിന്ന് ഷിനുവിന്റെ ഹെഡറും വരുന്നു. ശ്രീരാജ് ഇൻസൈഡിലേക്ക് ഒരു പാരലൽ റൺ നടത്തുന്നു. ഷോട്ട് വരുന്നു ആൻഡ് അർജുന്റെ നല്ലൊരു സേവ്. സാലിമിന് ഓടിയെത്താൻ കഴിയുന്നതിന് മുൻപ് തന്നെ അർജുൻ ആ പന്ത് കൃത്യമായി കൈപ്പിടിയിലേക്ക് ഒതുക്കുന്നു. നല്ലൊരു ചലഞ്ചാണ് കൊടുത്തത് ഇൻസൈഡിലേക്ക്. KCB ആൻഡ് അടുത്ത ഗോള് വിത്തൗട്ട് എനി ഡൗട്ട് മറ്റൊരു ഗോളിലേക്കാണ് പ്രഭാഞ്ച് എത്തിച്ചേരുന്നത്. ഇന്റർസെപ്ഷനാണ് കേരള യുണൈറ്റഡിന്റെ ഭാഗത്ത് നിന്നും. അവർക്ക് അവിടെ വീണ് കിട്ടിയ ഒരു ബോളുമായി എന്തായാലും അനലിന്റെ മുന്നേറ്റത്തിന് വേണ്ടിയുള്ള ശ്രമമായിരുന്നു. അദ്ദേഹം എന്തായാലും ഇത് പാസ് ചെയ്യുന്നു. ബ്യൂട്ടിഫുൾ. KCBക്ക് അനുകൂലമായി ത്രോയിൻ. അവസാന 5 മിനിറ്റുകളിലേക്ക്, നമ്മൾ റെഗുലർ ടൈമിൽ അവസാന 5 മിനിറ്റുകളിലേക്കാണ് നമ്മൾ കാത്തിരിക്കുന്നത്. സാവകാശം കളിക്കുന്ന KCB, കാരണം അവർക്കറിയാം മാക്സിമം ബോൾ കൺട്രോളിൽ വെക്കുകയാണെങ്കിൽ, പൊസിഷൻ കീപ്പ് ചെയ്യുകയാണെങ്കിൽ അപകടം ആദിലിന്റെ കാലിൽ നിന്നോ
കേരള യുണൈറ്റഡ് FC ആദിലിനെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ തന്നെ ഒരു നെഗറ്റീവ് കമന്റേറ്റേഴ്സ് കേഴ്സായി അത് മാറുന്നു. ആഹാ, ബ്യൂട്ടിഫുൾ. വൺസ് അഗൈൻ അത് അതേപോലെ തന്നെ തനിയാവർത്തനം പോലെ ശ്രീരാജ്. നല്ലൊരു ഷോട്ട് വരുന്നു. എന്തായാലും ഗോളിലേക്ക് എത്തുന്നതിന് മുൻപ് വുഡ് വർക്കും അതുപോലെ തന്നെ ഡിഫൻസീവ് ലൈനും കാര്യമായി അദ്ദേഹത്തെ പരീക്ഷിക്കുന്നു. It's full time here at Thrissur Corporation Stadium. KSCB 3 and Kerala United FC 1. And Arjun ആണ് ഇന്നത്തെ മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് പൊസിഷൻ.